നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. പെട്ടിമാറിയില്ല, എല്ലാം ശുഭം. ആശങ്കകൾക്ക് വിരാമം വിട്ട് രാജ്യസഭാ ഫലം. അട്ടിമറി നടന്നില്ല. ഡൽഹിക്ക് പറക്കുന്നത് കോൺഗ്രസ് നേതാവ് വയലാർ രവി, ലീഗിന്റെ PV അബ്ദുൾ വഹാബ്, CPM സ്ഥാനാർത്ഥി KK രാഗേഷ് എന്നിവർ. ജയിച്ചു കയറിയത് UDF-ൽ നിന്ന് 2 പേരും LDF-ൽ നിന്ന് ഒരാളും. ജനതാദൾ വോട്ടുകൾ മറിക്കാമെന്ന LDF മോഹം പാളി. PC ജോർജിന്റെ വോട്ടും UDF-ന്. ഗണേഷ് കുമാറിന്റെ വോട്ട് LDF-ന്. ആദ്യ വോട്ട് CPI സ്ഥാനാർത്ഥി K രാജന്. രണ്ടാം വോട്ട് K രാഗേഷിന്. വോട്ട് ചെയ്തത് പാർട്ടി തീരുമാനപ്രകാരമെന്ന് ഗണേഷ്. വയലാർ രവിക്ക് 37, അബ്ദുൾ വഹാബിന് 36, രാഗേഷിന് 37 വോട്ടുകൾ. വോട്ടുകൾ ചോർന്നില്ല. രാഗേഷ് രാജ്യസഭയിൽ പുതുമുഖം. രവിക്ക് 3-ാം ഊഴം, വഹാബ് 2ാം തവണ. വലതിന് അട്ടിമറി ഭീതി. UDF ഘടകകക്ഷികളെ ചാക്കിട്ട് പിടിക്കാമെന്ന് കരുതേണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനതാദൾ UDF-ന്റെ അഭിവാജ്യ ഘടകം. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും ചെന്നിത്തല. ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം വീരേന്ദ്രകുമാറിന്റെ ജനതാദൾ UDF വിടുമെന്ന സൂചനയിൽ. ജനതാ പാർട്ടികൾ ലയിക്കണമെന്ന ആവശ്യവുമായി JDS നേതാവ് മാത്യു ടി തോമസ്. രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ LDF-ന് വോട്ട് ചെയ്യണമെന്ന് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടിട്ടില്ല. സംഘപരിവാറിന്റെ വെല്ലുവിളി നേരിടാൻ LDF-മായി വേദി പങ്കിടുമെന്നും വീരേന്ദ്രകുമാർ. ഭൂമിയിലെ കലാപം വീണ്ടും. പ്രതിപക്ഷ ബഹളത്തിനിടെ പാർലമെന്റ് ബഡ്ജറ്റ് സമ്മേളനം പുനരാരംഭിച്ചു. സർക്കാരിന്റെ അഭിമാന പ്രശ്നമായ ഭൂമി ഏറ്റെടുക്കൽ ഭേദഗതി ബിൽ വീണ്ടും പരിഗണനയ്ക്ക്. ചോദ്യോത്തരവേള നിർത്തിവെച്ച് ബിൽ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം സ്പീക്കർ സുമിത്ര മഹാജൻ തള്ളി. 2 ആഴ്ചത്തെ സമ്മേളനത്തിനിടെ ചരക്കുസേവന നികുതി ബില്ലും പരിഗണനയിൽ. സോണിയാഗാന്ധിക്കെതിരെ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിന്റെ ആക്ഷേപ പ്രസംഗത്തിൽ ലോക്സഭയിൽ ബഹളം. ഗിരിരാജിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം. ലോക്സഭയിൽ മാപ്പ് പറഞ്ഞ് ഗിരിരാജ്. കളത്തിലെ ദുരന്തം. ക്രിക്കറ്റ് ലോകത്തിന് വീണ്ടും ദുരന്ത ദിനം. ബംഗാളിൽ മത്സരത്തിനിടെ സഹതാരവുമായി കൂട്ടിയിടിച്ച് വീണ യുവതാരം ഓർമ്മയായി. ഇന്ന് മരണത്തിന് കീഴടങ്ങിയത് ബംഗാൾ മുൻ അണ്ടർ-19 നായകൻ അങ്കിത് കേസരി. കഴിഞ്ഞ വ്യാഴാഴ്ച പ്രാദേശിക മത്സരത്തിൽ പന്ത് പിടിക്കുന്നതിനിടെ സഹതാരവുമായി കൂട്ടിയിടിച്ച് തലയ്ക്ക് പരിക്കേറ്റ അങ്കിത് അബോധാവസ്ഥയിൽ കഴിഞ്ഞത് 3 ദിവസം. 20-കാരനായ അങ്കിത് ബംഗാൾ അണ്ടർ-23 ടീമിലും അംഗം. കഴിഞ്ഞ അണ്ടർ-19 ഇന്ത്യൻ ലോകകപ്പ് ടീമിലേക്ക് പരിഗണിച്ചിരുന്ന അങ്കിത് അപകട ദിവസം കളിക്കാനിറങ്ങിയത് പകരക്കാരനായി. മത്സരത്തിനിടെ തലയിൽ പന്തുകൊണ്ട് പരിക്കേറ്റ ഓസീസ് ക്രിക്കറ്റ് താരം ഫിൽ ഹ്യൂസ് ഓർമ്മയായത് കഴിഞ്ഞ നവംബറിൽ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജുവല്ലറി. സ്വർണം ഗ്രാമിന് 2515 രൂപ. പവൻ 20,120 രൂപ. വെള്ളി ഗ്രാമിന് 36.87 രൂപ. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജുവല്ലറി. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.